ഹലോ ഫ്രണ്ട്സ്, അങ്കിൾസ് കിച്ചണിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു 4 മണി പലഹാരമാണ്. അതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പച്ചരി പൊടിച്ചത്. നമ്മളിവിടെ കുതിർത്ത് പൊടിച്ചതാണ് പച്ചരി. അത് പുട്ടിൻ്റെ അത്രയും തരി ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം ഒരു തേങ്ങയുടെ മുഴുവൻ പീര എടുക്കണം. അതിൽ പകുതി പീര നമുക്ക് അരിപ്പൊടിയുടെ കൂടെ വറുത്തെടുക്കാനുള്ളതാണ്. ഒരു 250 ഗ്രാം ഈന്തപ്പഴം, ഒരു 200 ഗ്രാം അവല്, ശർക്കര. ഞാനിവിടെ എടുത്തിൻ്റെ ശർക്കരയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളത് മറയൂർ ശർക്കരയാണ്. നല്ല മണവും രുചിയുമുള്ള ശർക്കരയാണ്. ഏറ്റവും ടേസ്റ്റ് കൂടിയതാണ് മറയൂർ ശർക്കര. അത് വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് എൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ആദ്യം പച്ചരി കുതിർത്ത് പൊടിച്ചത്, അത് പുട്ടിൻ്റെ തരി കണക്കാക്കി അവലോസ് ഉണ്ടാക്കുന്ന പരുവത്തിന് അത് തേങ്ങയും കൂട്ടി വറുത്തെടുക്കുക. അതിനകത്ത് ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അത് മൂത്ത് വരുമ്പോഴത്തേക്കും ആ പാത്രത്തിൽ നിന്ന് മാറ്റി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അടുത്ത് നമുക്ക് വീണ്ടും ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് അവലും പകുതി തേങ്ങ ഇട്ട് വറുത്തെടുക്കുക. ഒരുപാട് മൂപ്പിക്കണ്ട, ഇതൊന്ന് കൈക്ക് ഉടച്ചെടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നന്നായിട്ട് മൂക്കണ്ട, നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. ഇപ്പോൾ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. നമ്മളത് എടുത്ത് മറ്റു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. നമുക്കിനി ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് ചെറുതായി അരിഞ്ഞു വയ്ക്കുക. അതിൻ്റെ കഷ്ണങ്ങൾക്ക് വലിപ്പം കൂടരുത്. അതുപോലെ ശർക്കര പൊടിച്ചെടുക്കണം. ആ ശർക്കരയിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് നമ്മൾ ശർക്കര പാനി കാച്ചണം. ഇനി നമുക്ക് അവലും തേങ്ങയും ചൂടാക്കി എടുത്തിട്ടുള്ളത് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിൻ്റെ കൂടൊപ്പം നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന ശർക്കര കൂടെ ചേർക്കുക. അതിനോടൊപ്പം ഏലക്കപ്പൊടി ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഏലക്ക പൊടിച്ചത് പഞ്ചസാരയും കൂട്ടി പൊടിച്ചതാണ്. ജീരകം, സാദാ ജീരകം, അത് പൊടിച്ചത് 1 ടീസ്പൂൺ. അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈത്തപ്പഴം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത് 4 ചേരുവകളും നന്നായിട്ട് മിക്സ് ആവണം. ഇനി നമുക്ക് ഈ മിശ്രിതം ഒന്ന് ഉരുട്ടിയെടുക്കാം. നമ്മളെ കൈയളവിന് ഓരോ ഉരുളകളായിട്ട് നല്ല പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കുക. അതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഈ ഉരുളകളെല്ലാം ഓരോന്നായി എടുത്ത് നമ്മളിപ്പോൾ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്കിട്ട് ശർക്കര കോട്ട് ചെയ്യുക. നമ്മളിതിന് അരിപ്പൊടിയും തേങ്ങയും ചേർന്ന മിശ്രിതത്തിലേക്കിട്ട് ഒന്ന് മുക്കിയെടുക്കുക. എല്ലാ വശത്തും ഒരുപോലെ പിടിക്കണം. അങ്ങനെ നമ്മൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടിച്ച് നോക്കണം. വളരെ ടേസ്റ്റ് കൂടിയ ഒരു പലഹാരമാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.